love, welcome to Jamaica. ലോകം എന്ന് പറഞ്ഞ ലോകം 10-12 വയസ്സായ പിള്ളേര് ഒരു സാധനം സെറ്റ് ചെയ്തോണ്ടിരിക്കുക. Rastafari, a scale, you know. ഇത് കറി കൊണ്ടൊരു അടിപൊളി സംഭവമാണ് ഇവരുടെ. One love. Every time. നമ്മളിന്ന് ജമൈക്കയിലത്തെ വില്ലേജ് കുക്കിംഗ് ചെയ്യാൻ പോവാം. വേറെ ഒന്നുമില്ല, ജമൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കലവറയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് കണ്ണൻ ചേട്ടനും വിഷ്ണു ചേട്ടനും ഉണ്ട്. ഇടയ്ക്ക് നമുക്ക് എന്തുണ്ടാക്കുമ്പോൾ നമ്മൾ കറിഗോട്ട്. ജമൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിഗോട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ട് ഇവർക്കൊരു ജീവിതമില്ല. അപ്പോൾ കറിഗോട്ടുണ്ട്, കറി ചിക്കൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പനായിട്ടുള്ള കറിഗോട്ടും പിന്നെ വെക്കാൻ പോണ് ഫിഷ് ഫ്രൈയും പിന്നെ ഇവരൊരു തനത് റൈസും അല്ലേ. മത്തങ്ങ കിട്ടുവെക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പോണത്. ട്രാവലിസ്റ്റയുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജമൈക്കൻ കുക്കിങ്ങിലേക്ക് കിടക്കാൻ പോണ്. ഇവരോടാണ് ചോദിക്കാം, ഇവിടുത്തെ കണ്ണൻ ചേട്ടനും വിഷ്ണു ചേട്ടൻ്റെ ഒക്കെ ജോലിക്കാരെ കൂടിയാണ് നമ്മളൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണത്. അവരാണ് നമ്മളെ കുക്കിങ്ങിന് സഹായിക്കുന്നത്. വിഷ്ണു ചേട്ടാ എന്തൊരു ചെയ്യാൻ പോണത്, നമ്മൾ പവറാക്കാൻ പോണത് ഇന്ന് ഒരു അടിപൊളി ഫുഡാണ് കറിഗോട്ട്. നമ്മുടെ നാട്ടിൽ മട്ടൻ കറി, മട്ടൻ ചാപ്സ്. ഇത് കറിഗോട്ട് ഒരു അടിപൊളി സംഭവമാണ് ഇവരുടെ മസാല, ഇവരുടെ ഐറ്റങ്ങളൊക്കെ ചേർത്തൊരു സൂപ്പർ ഐറ്റം. നമ്മുടെ നാട്ടിൽ ഹോട്ടലിൽ നടത്താൻ ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. പക്ഷെ എരിവ് കുറവാണ്. നമുക്ക് എരിവ് വേണമെങ്കിൽ നമുക്ക് എരിവ് ഇട്ടുണ്ടാക്കാം. പക്ഷെ ഇവരുടെ ഒരു രീതിക്കാണ്, അതായത് ഇവരുടെ തനതായ രീതി കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും, മിക്കതും അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കഞ്ചാവ് വലിക്കണത് ഒരു സംഭവം അല്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിന്റെ കൂടെ റൈസിന്റെ ഒരു പംകിൻ റൈസ്, മത്തങ്ങയായിട്ട് നമ്മുടെ നാട്ടിൽ ചോറ് വാർക്കുവാണ്. ഇത് ചോറ് വറ്റിച്ചെടുക്കുവാണ്. അതായത് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ടാ തേങ്ങാപ്പൊടി തേങ്ങാപ്പാൽ ഇപ്പൊ ലൈവ് ഇല്ലാത്തതുകൊണ്ട് ഒരു അടിപൊളി സാധനമാണ്. അതും കിടുക്കായിട്ട് അവരെടുക്കും. പിന്നെ വേറെ ഐറ്റം കൂടി ഉണ്ട്, ഇവരുടെ ഫിഷ് ഫ്രൈ ഉണ്ട്. അത് ഇവരുടെ ഒരു പ്രത്യേക സീസണിംഗ് ഒക്കെ ചേർത്ത് അത് നല്ല വെള്ള കളറിൽ തന്നെയാണ്. ആ സീസണിങ്ങിന് ഒരു ചെറിയ ടിപ്പ് ഉണ്ട്, അത് പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ പറയാം, എപ്പിസോഡിൽ പറയാം. ഓക്കെ, കാരണം ചേട്ടാ കമ്മോൺ, കാരണം ചെറിയ ജലദോഷം അടിച്ചിരിക്കുക. അപ്പച്ചൻ തുടങ്ങല്ലേ നമുക്ക്. ഈ അപ്പച്ചൻ ഒരു 10-15 ദിവസം പേര് മെക്സിക്കൻ. മെക്സിക്കൻ എന്നാണ് പേര്, മെക്സിക്കൻ. ദാറ്റ്സ് നൈസ്. പിന്നെ കുക്ക് ചെയ്യാൻ പോകുന്നത് ചെറിയ മഴ കാരണമാണ് ഇതൊക്കെ കാണുന്നത്. ആണ് ലൈവായിട്ട് നല്ല അടുപ്പ് കത്തിച്ച് നാടൻ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് കുക്കിങ്ങിനുള്ള അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം അല്ലേ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ഷെഫാണ് ലാൻസ്. വെൽക്കം ടു ട്രാവലിസ്റ്റ ഫാമിലി. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്താം. കുറച്ച് ഇഞ്ചി ഉണ്ട്, സോൾട്ട്, വെളുത്തുള്ളി. വെളുത്തുള്ളി ഇവിടെ സുലഭമായിട്ട് കിട്ടും, ജമൈക്കയിൽ കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മെയിൻ മുളക്, ഉണ്ടമുളകാണ്. നമ്മുടെ നാട്ടിലേക്ക് കിട്ടും. നല്ല എരിവാണ്, ഒരു ചുവയുണ്ട്, നല്ല എരിവുണ്ടല്ലേ. നല്ല എരിവുണ്ട്. ചൊവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട് നമ്മുടെ മുളകിനകത്ത്. ഓക്കെ, പിന്നെ ഇവിടെ ഉണ്ടാവണ ക്യാരറ്റ്, സബോള, തൈം പോലെ ജമൈക്കൻ തൈം. അപ്പൊ അത് ഈ സാധനം ഇല്ലാണ്ട് അപ്പൊ ഇത് കൂട്ടാൻ വെക്കാൻ പറ്റില്ല. ഇല്ല, നല്ല ഫ്ലേവർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും വല്ല പൊടിച്ച യൂറോപ്പിലോ ഇന്ത്യയിലൊക്കെ പൊടിച്ചിട്ടാണെങ്കിൽ ജമൈക്കൻ തൈം, THYMV ടൈം എന്നാണ് അതിന്റെ പേര്. ഈ സാധനത്തിന്റെ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ മേടിച്ചോ. പിന്നെ മാഗിയുടെ കോക്കനട്ട് മിക്സിംഗ് പൗഡർ, ഇതിപ്പോ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ്. പിന്നെ സബോളര ഇല, ഇതെന്നിട്ട് സംഭവം കറി മസാലയാണ്, കറി പൗഡറാണ്. ഇതാണ് യൂസ് ചെയ്യുന്നത് നമ്മള്. ചിക്കൻ മസാല മാഗിയുടെ ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ പിന്നെ മിൽക്ക് പൗഡർ ഉണ്ട്. ഇത് സൂപ്പ് മിക്സ്. റൈസിന് സൂപ്പ് മിക്സ് ടേസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, പെർഫെക്റ്റ്. പിന്നെ നമ്മള് എത്ര കിലോ മട്ടൺ ഉണ്ട്? അത് ഒരു 4 കിലോ മട്ടൺ ഉണ്ട്. 4 കിലോ മട്ടൺ ഉണ്ട്. എത്ര കിലോ റൈസ് ഉണ്ട്? റൈസ് ഒരു
ചാക്കരിയില്ല നമ്മുടെ നാട്ടിലെ ആ സാധനം കുത്തിരി 3 കിലോ റൈസ് ഉണ്ട്. 3 കിലോ റൈസ് നമ്മുടെ നാട്ടിലത്തെ വെല്ലരി വെള്ളയരി. ഇവിടെ നമ്മളെ മറ്റേ പച്ചരി അല്ല ഉപയോഗിക്കണം, വെല്ലരി ഉപയോഗിക്കണം. പച്ചരി ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കാണ് ഇഷ്ടം. ഓക്കെ, നമ്മുടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. ഇപ്പൊ ഒരു സാധനം കാണിക്കാൻ മറന്നുമായിരുന്നു കേട്ടോ. അതായത് ഇതാണ് ഇതിന്റെ മെയിൻ ഐറ്റം. മീൻ അതായത് ഫ്രഷ് സാധനം പിടിച്ചോണ്ട് വന്ന് ക്ലീൻ ആക്കി ഇട്ടേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് രാവിലെ പിടിച്ചോണ്ട് ഉച്ചയായപ്പോ കിട്ടിയ സാധനമാണിത്. ഇതും നമ്മളൊന്ന് പിടക്കുന്നുണ്ട്. ഇന്ന് നമ്മളിത് വേറൊരു ഇൻഗ്രീഡിയൻസ് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യും. ഒരു ചെറിയ ഗ്രേവി ഒക്കെ ഉണ്ട് അതിന്, അതും ട്രൈ ചെയ്യണം. അപ്പൊ എല്ലാവരും കുക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഷെഫ് കുക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവിടെ വേറെ സാധനം കൂടി വെയിറ്റ് ചെയ്യണം. നോക്കിയാൽ ഇവർക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കേസ് അറിയാലോ. ഇത് ജമൈക്കുന്നൊക്കെ ഇതിനുള്ള ജമൈക്കയിലെ റമ്മാണ് ആപ്പിൾ ടൺ. ഇതിന് പറഞ്ഞാലോ നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞത് ആപ്പിൾ ടൺ റമ്മ് ഇവരുടെ മെയിൻ സംഭവമാണ്. ഇവിടെ പിന്നെ മദ്യം ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ലാന്ന് ഇവിടുത്തെ കൾച്ചർ അതാണ് കേട്ടോ. അത് കാരണം നമ്മളിതൊക്കെ കാണിക്കുന്നത്. ബ്ലൈൻഡ് സ്കോച്ച് വിസ്കി ഡിവോഴ്സ് പഠിപ്പരിപാടി ഒരു സൈഡിൽ കൂടെ തുടങ്ങുന്നുണ്ട്, ഒപ്പം വലിപ്പരിപാടി. ചെക്കനാണ് മീൻ പിടിക്കാൻ പോയത്. ഫിഷിംഗ് മാനോ കഞ്ചാവിൻ്റെ കട്ട പീക്കിട്ടാ ചിന്തിക്കാൻ പറ്റുമോ. നല്ല മഴ പെയ്തുവിടാനിടയ്ക്ക് എന്നാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും ഊരാഞ്ഞ് നന്നായിട്ടാ. അപ്പോൾ നമ്മുടെ കറി കോട്ടിക്കുള്ള കോട്ട് ഇത് ഉപ്പ് കിട്ടണം എൻ്റെ ഉള്ളിൽ. ഇൻസൈഡ് എനി സോൾട്ട്? നോ സോൾട്ട്. ഓക്കെ ഫിഷ്. ഓക്കെ, വി ഗോയിങ് ടു കട്ട് സ്മോൾ വൺ റൈറ്റ്? ഓക്കെ, നോ ഗുഡ്. ഓക്കെ, ഫാറ്റ് അവർ കഴിക്കില്ല കേട്ടോ. ഓക്കെ ഓക്കെ, fat you going to remove, right? Remove the excess fat. Okay. Cut them small. Okay. Yeah, let's start. Yeah, thank you. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടോ. ചെറിയ പീസുകളാക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് അവരതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ നെയ്യിൻ്റെ കഷ്ണം എടുക്കില്ല കേട്ടോ. ഒക്കെ ഇറച്ചി മാത്രം എടുത്തിട്ടാണ് അവർ കട്ട് ചെയ്യണം കേട്ടോ. അവർ നമ്മൾ സാധാരണ നെയ്യ് കൂടുതൽ എടുക്കുക ചെയ്യുക, പക്ഷെ ഇവർ ഡോൺ ഗുഡ് എന്ന് പറയണതിന് അവർക്ക് താല്പര്യമില്ല സാധനം. ഇറച്ചി മാത്രം വേണ്ട, ഇറച്ചി മാത്രം എടുത്തിട്ട് അവർ ആ പീസാക്കി വെക്കാട്ടോ. ഇതെന്തിട്ട സംഭവം എന്നാണ് അറിയണ്ടട്ടാ. പിള്ളേര് മേക്കിംഗ് ഉണ്ട് അവരുടെ. ആ ഇല കഞ്ചാവിൻ്റെ ഇലയാണോ അത്? ഒരു ഉണ്ട പോലത്തെ മേക്കിംഗ് ഉണ്ടോ? ഓക്കെ, എന്നിട്ട് അവർ ഈ സാധനം എടുത്തിട്ട് കൈമ സെറ്റ് ഇതിൻ്റെ സാധനം അതിനുള്ള ഇങ്ങനെ കയറ്റി വയ്ക്കും കുരു കളയാനായിട്ട്. പണിയുണ്ട് കേട്ടാ, പണിയുണ്ട്. അപ്പോൾ അവരിത് കഞ്ചാവിൻ്റെ കുരു കളയാനായിട്ട് ഇതേ സാധനം സെറ്റ് ചെയ്യുന്നുണ്ടാ. അപ്പോൾ അടയ്ക്കണു, അടച്ചിട്ട് ഇതേ ഇങ്ങനെ തിരുമണു. തുറക്കുമ്പോൾ നമുക്കിത് പൊടിയായിട്ട് വരും കേട്ടോ ഈ സാധനം. കഞ്ചാവിൻ്റെ കൂടെ പുകയിലും വെക്കില്ലേ? അപ്പോൾ പുകയില ഉണ്ടോ വേറെ കാര്യം. പുകയില ഒരു കുറച്ച് കയറ്റുണ്ടല്ലേ, അപ്പോൾ കുറച്ച് പുകയിലും കൂടി അതിൻ്റെ ഉള്ളിൽ കയറ്റണു. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം, എന്നാലും നമ്മൾ കാണിക്കുന്നുണ്ടോ അതുവരെ അഭ്യാസം കാണുന്നൊരു സംഭവം ചെയ്യണമെന്നില്ല. അപ്പോൾ പുകയിലും കഞ്ചാവും കൂടി മിക്സായി. ഇനി അതിന് അവർ എടുക്കാൻ പോകണോട്ടാ. ഞങ്ങൾ സെറ്റ് ചെയ്തു. ഒരു തരി കളയില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇത് കൊടുത്തിട്ടുണ്ടല്ലോ ഏത് കുഞ്ഞേക്കളാവും 10-12 വയസ്സായ പിള്ളേർ ഒരു സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെന്ന് ഇതിനൊക്കെ പറയാല്ലേ. ഇവിടെ റോള് കഞ്ചാവിന്റെ ലൈൻ ഇതാണ് വരുന്നത്. ഇതൊരു മേടിക്കണതാണോ അതോ ഇവര് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും? കൊടുക്കണു. ഇവിടെ നൈസായിട്ട് റമ്മ് പരിപാടി സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ കേസ് ചെക്കാൻ വേറെ ലെവലിട്ടോ. നീ അത്ര ഒന്നും മുറിച്ച് കളയണം, അധികം വെക്കാൻ പറ്റില്ല. മേക്കിങ് അതിൻ്റെ ഉള്ളിൽ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവര് തിക്കി തിരികാട്ടൻ്റെ ഉള്ളിക്ക് എത്ര ഉണ്ട് മൂല അവർ തിരിക്കും. അതിനൊരു ആർട്ടുണ്ടല്ലോ ഉണ്ടാക്കണതിനും. അതൊരു ആർട്ട് കളഞ്ഞിട്ടുള്ള ഒരു കഞ്ചാവടി ഇല്ല കേട്ടോ. ആർട്ട് ഫസ്റ്റ്, പിന്നെ കഞ്ചാവ്. ചെറിയ കേസുകൾ
കേട്ടോ. ഇവിടെ ചേട്ടന്മാര് വേറെ ലെവലില് പോയിക്കൊണ്ടിരിക്കുക. അവന്മാര് അടിക്കുന്ന രീതി ആ അവന്മാര് സ്കോച്ചും റമ്മുടെ മിക്സ് ചെയ്ത് അടിച്ചോണ്ടിരിക്കും ഒരുമിച്ച്. അതിന് ഈ കളർ വരണല്ലേ. നമ്മുടെ കുക്ക് മാത്രം അടിക്കില്ല. കുക്ക് നല്ല പച്ചയ്ക്ക് നിന്നിട്ട് പടക്കണട്ടാ. കുക്ക് നിക്കട്ടാ, കണ്ടന്റ് എടുക്കാണ്ട് വെയിറ്റ് ചെയ്യും. ആ അതന്നെ കുക്ക് ഇവിടെ സൈഡിൽ വേണമെന്ന് വെച്ചിരിക്കണല്ലേ. ഇത് കാണിക്കുമ്പോഴേ നിങ്ങൾ പല ആൾക്കാരും പല തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് ശരിക്കും ഇവിടുത്തെ കൾച്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. ജമൈക്കൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ പീക്ക് കണ്ടന്റ് ഉണ്ടല്ലോ, അതിന്റെ തനത് രീതിയിൽ ഇവിടെ അടി തുടങ്ങി. ഇവിടെ മിക്സിംഗ് ആണ്, മദ്യപാനത്തിന് ഹാനികരം. അപ്പൊ ആദ്യം കുറച്ച് വിസ്കി ഒഴിച്ചിട്ടാ അവൻ്റെ കൈ വരക്കണക്കി അവൻ്റെ. അതിൻ്റെ മുകളിലേക്ക് ഇവിടുത്തെ റമ്മ് കേട്ടോ. ഓ ഇവിടുത്തെ റമ്മ് അതിൻ്റെ മുകളിലേക്ക്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജ്യൂസ് ഒഴിക്കും. ചേഴ്സ്. ആ നമ്മളെ പോലെ ഒറ്റ വലിയില്ല. അതുകൊണ്ട് അവർക്ക് കിക്കും വരില്ല, എല്ലാം വരല്ലോ. ഇവര് അഗ്രസീവ് ആണ് ശരിക്കും കുടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തില്. ഇല്ല ഇപ്പൊ ചിലപ്പോ ഞങ്ങളുടെ പണിക്കാരെ ഞങ്ങൾ ഇളക്കും. ഞങ്ങൾ അങ്ങനെ ഒരു കോമഡി ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ, അല്ലാത്തൊരു വേറെ കുഴപ്പമില്ല. അഗ്രസീവ് ഒന്നുമല്ല. എന്റെ ഇവിടെ ഓക്കെയാണ്. ഓക്കെ 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 അടിപൊളി. ലോകം എന്ന് പറഞ്ഞ ലോകം. അതെ അതെ, കള്ളും കഞ്ചാവും സുലഭട്ടാ. നമ്മള് വലിയ വലിയ കാശുകാരെ വീട്ടിൽ ഈ സാധനം ആട്ടപ്പുറത്തിരിക്കുമ്പോഴില്ലേ ജമൈക്ക റമ്മ എന്നൊക്കെ പറഞ്ഞത് ജമൈക്ക റമ്മടാന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് ഇവിടുത്തെ വാല്യൂ നോക്കിയാൽ നിങ്ങൾ എല്ലാ ലോക്കൽ അടിക്കുന്ന സാധനം ഉണ്ടാ നോക്കിയാൽ ജമൈക്ക റമ്മ്. നമുക്കറിയാം നമുക്കൊരിക്കലും കള്ളുകൂടിനെ പ്രോത്സാഹിപ്പിക്കുക കഞ്ചാവിനൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, പാടില്ല എന്ന്. പക്ഷേ ഇവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ നോക്കി നിൽക്കാന്ന് പറയില്ലേ, അങ്ങനെ ഇപ്പൊ ഉണ്ടായേട്ടാ. അപ്പൊ ഇവൻ കച്ചവടം ചെയ്യുന്ന രീതി നമ്മൾ കാണട്ടോ. നോക്കിയത് കണ്ടാ ആത്മാർത്ഥ നിറക്കൂട്ടം ചേക്കാൻ. Shell down, getting it prepared. Put away the stick. And we do it like this. ഈ സാധനം അടിച്ചിട്ട് അവന്റെ ആരോഗ്യം അവന്റെ ശക്തി എന്തായിരിക്കില്ലേ. ഇവര് പണിയെടുക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. So we finish now. We do it like this now. Finish it. Then it for go. For go. Ready to sell. How much for one packet? One of these we sell it for 100 Jamaican. 500 Jamaican. നാട്ടിൽ 250 രൂപ. 100. That means 50 രൂപ നാട്ടിൽ. If you want 5 you get 5. കഞ്ചാവിന് ഇവിടെ വില കുറവാണല്ലോ അല്ലേ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു രീതി. നിങ്ങൾ കണ്ടോ, ഇത് കഞ്ചാവോടെ കയ്യിരിക്കുന്നത്, അത് അവിടുന്ന് കിട്ടിയതാണ്. അപ്പം ഇവരിവിടെ ഇത് വലിക്കും, ആണുങ്ങളും പെണ്ണുങ്ങളും വലിക്കും, അവരവരുടെ ജോലി നോക്കും. കഞ്ചാവ് അടിച്ചതിന്റെ പേര് അവരൊരിക്കലും അലമ്പുണ്ടാക്കാറില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണാൻ ഓരോ വർദ്ധല്ല കഞ്ചാവ് കേസിൽ പ്രതി, കഞ്ചാവ് അടിച്ച് അവിടെ അലമ്പ്, വഴി കിടന്ന അലമ്പ്, ഈയിടെയും ഒരുപാട് ന്യൂസ് ആളെ കൊല്ലാൻ പോകും. അതെ, അമ്മേനെ. അതാണ് മെയിൻ. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കഞ്ചാവ് അടിച്ചാലും അവര് സ്ട്രോങ് ആണ്, അവര് ജോലി എടുക്കുന്നു. അതിലൂടെ ഇവർ ഓർത്തണം, അതിനോട് റമ്മൂടെ അടിക്കണമെന്ന് ഓർത്തണം. റമ്മോ വിസ്കി ഇപ്പൊ അടിക്കുന്നു. പക്ഷെ ഇവർക്ക് ഷുഗർ ഒന്നും വരില്ല. ഞാൻ നോക്കുമ്പോണ്ടല്ലോ റമ്മ് വിസ്കി സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഒഴിച്ചിട്ടാണ് അടിക്കുന്നത്. അതായത് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് രീതി ഇവിടുത്തെ ഒരു വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ്. ഇവര് രാവിലെ ചിക്കൻ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ടും കഴിക്കും. അതിനോട് നല്ല ജ്യൂസ്, വെള്ളമല്ല, നല്ല ജ്യൂസ് ആണ് കുടിക്കുന്നത്. ഫ്രഷ് അല്ല, അല്ല പാക്കറ്റ് ജ്യൂസ്. ഇവർ അതിനനുസരിച്ച് ജോലി ചെയ്യുന്നുണ്ട്, വ്യായാമങ്ങളുണ്ട്. കഞ്ചാവ് വിൽക്കണ ബോഡി ഉണ്ടല്ലേ. അതൊക്കെ ഇമാരെ ജിമ്മിലൊന്നും പോകാതെ ഉണ്ടാക്കിയെടുത്തോട്ടത്. ഇതൊക്കെ ഇവിടെ പണിയെടുത്ത് ഉണ്ടാക്കിയെടുത്താണ്. അത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ വിഷ്ണു ചേട്ടന്റെ ബിസിനസ് ലോകവും കണ്ണൻ ചേട്ടന്റെ ബിസിനസ് ലോകം നാളെ നമുക്ക് കാണട്ടെ. ഇവിടെ ഒരു മലയാളി വന്ന് കച്ചവടം ചെയ്യുന്ന രീതി കാണുമ്പോഴേ ചിരിച്ചിരിച്ച് വയ്യാണ്ടാവും. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഒരു കച്ചവടം ചെയ്യണത്. ഇവിടുത്തെ ആൾക്കാർക്കല്ലേ കൂടുതൽ സെല് ചെയ്യുന്നത്, ഇവിടേക്കല്ലേ സെല് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് കൊണ്ട് വിൽക്കുവാണ് സാധനങ്ങൾ. അതായത് ഞാനിവിടെ ഒരു കൺട്രി സൈഡിലാണ് ഞാൻ എന്റെ ബിസിനസ്. ടൂറിസ്റ്റ് ചെയ്യണത് കൺട്രി സൈഡാണ്. അപ്പൊ ഇവിടെ ആൾക്കാർ, ഞാനൊരു 8 വർഷമായിട്ട് ഇവിടെ ഞാൻ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഈ ആൾക്കാരുമായിട്ടുള്ള എന്റെ ഈ നെയ്ബേഴ്സ് എല്ലാവരും നല്ല കമ്പനിയാണ്. എല്ലാവരും നല്ല സഹകരണമാണ് നമ്മളുമായിട്ട്. അവർ പല സഹായത്തിനും എന്റെ അടുത്ത് വരാറുണ്ട്, ഞാനും സഹായത്തിനായിട്ട് ചെല്ലാറുണ്ട്. അവരെല്ലാം നമുക്ക് കട്ട സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആരെന്ത് ആവശ്യത്തിനും ഏത് സമയത്തും അവരുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെ പറ്റിയൊക്കെ പറയാട്ടെ. ഇവിടുത്തെ ബിസിനസ് മാൻട്രിക്കുകളെ പറ്റിയത് ഈ വേഷമൊന്നും നിങ്ങൾ നോക്കണ്ടേ, വേറെ സാധനങ്ങൾ. അപ്പൊ നമ്മുടെ കുക്കിംഗ് പരിപാടികൾക്ക് ഇങ്ങനെ പതുക്കെ വീണ്ടും തല ഇട്ട് നോക്കാട്ടോ. ഭയങ്കര സ്ലോ. നമ്മുടെ കട്ടിങ് ഇവരെ കട്ടിങ് ഉണ്ടല്ലോ, 1/2 മണിക്കൂറായിട്ട് ഈ സാധനം കട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. സംഭവം അവര് അത്രയ്ക്ക് പെർഫെക്ഷൻ ആവാൻ നോക്കണതാണ്. ചക്കര നന്നായിട്ട് അരിയുണ്ട്. അത് സ്വല്പം പോലും കൊഴുപ്പ് അവർ എടുക്കണില്ല കേട്ടോ. അതിന് വേറൊരു യാഥാർത്ഥ്യം. കൊഴുപ്പ് അവർക്ക് വേണ്ട. അതുണ്ട കൊഴുപ്പ് വേസ്റ്റ് ആക്കി കളയുന്നുണ്ട. ഇവരുടെ ജീവിതം കണ്ടോ,
ഇവരുടെ ജീവിതം എങ്ങനെ അറിയോ? ഇവർക്ക് തിങ്കളാഴ്ച പോലെ വെള്ളിയാഴ്ച പണിയെടുക്കുക, വെള്ളി ശനി ഞായറുടെ അടിച്ചു പൊളിക്കുക. ഇവർക്ക് സ്വപ്നങ്ങളൊന്നുമില്ല. നമ്മളെ പോലെ കാശ് സമ്പാദിക്കണമെന്നോ കാറ് പഠിക്കാതെ വീട്ടുകാരെ നോക്കണമെന്നോ പരിപാടിയില്ല, ഒന്നുമില്ല. അവരവരുടെ കാര്യം മാത്രം. അതെ, ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കുടുംബങ്ങളെ നമുക്കിപ്പോ ഭാര്യ, മക്കള്, അപ്പൻ, അമ്മ എന്നുള്ള ചിന്ത ഉണ്ടല്ലോ. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് ജനിക്കുക, അടിച്ചു പൊളിക്കുക, മരിക്കുക, അല്ലേ? പട്ടി പണ്ട് നമ്മളെ പണിയെടുക്കും ചെയ്യും. എന്നാലോചിക്കുന്നത് ഈ വലിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിലും അതിന്റെ എന്താ പറയാ ബാക്ക് എൻഡ് നമുക്കൊരു വിഷമം തോന്നും. പക്ഷെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനോ നമുക്കിത് ഷൂട്ട് ചെയ്യാതെ ഇരുന്നിട്ടോ വല്ല കാര്യം ഉണ്ടില്ല. അത് കാരണം നമ്മളിത് ഷൂട്ട് ചെയ്യണോട്ടോ. ജീവിതത്തിന്റെ ഭാഗമാണ് ഈ കഞ്ചാവ് വലിക്കുക. അവരുടെ സന്തോഷമാണ്. ഇവരുടെ സന്തോഷം ഇതാണ്. ഈ രീതിയാണ് ഇവരുടെ സന്തോഷം. അവര് കഞ്ചാവ് വലിക്കുന്നത് നമ്മുടെ നാട്ടിൽ അയ്യോ അവൻ കഞ്ചാവ്, ഇവിടെ അതല്ല. അവർ വലിക്കുന്നു, ഓക്കെ ഇറ്റ്സ് ഓക്കെ, അവരത് ഓക്കെ ആണ്. അതിനകത്ത് അത് ആരും കുറ്റം പറയാൻ പോലും വലിച്ചില്ലെങ്കിലാണ് അവർക്ക് നാണക്കേട്. അതെ, വലിച്ചില്ലെങ്കിലും ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞാലൊക്കെ നാണക്കേട്. ഇവിടെ ഒരാൾക്ക് ഒരു ഗേൾ ഫ്രണ്ടെങ്കിലും വേണം, ഇല്ലെങ്കിലല്ലേ അവൻ വേറെ അർത്ഥങ്ങളിലേക്ക് പോണു. ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ചേട്ടൻ ഈ അടുത്ത കാലത്തൊന്നും അത് കട്ട് ചെയ്ത് കഴിക്കില്ലെന്ന് തോന്നുന്നുണ്ട്. രാത്രി ആവും തോന്നുന്നുണ്ട് അല്ലേ? ഡിന്നറായിട്ട് കഴിക്കാൻ ഡിന്നർ കറികോട്ടും പമ്പിൻ റൈസ് കൊടുത്ത്. നമ്മുടെ പറമ്പില് വാഴ നമുക്കിപ്പോ എല്ലായിടത്തും സുലഭമാണ്. അതേപോലെ ചേമ്പുണ്ട്, കപ്പ. അതെ, കപ്പ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജമൈക്ക എന്ന് പറയുക 7 കടൽ, നാട്ടിൽ നിന്ന് 7 കടൽ താണ്ടിയിട്ടുള്ള ഒരു ദ്വീപ സമൂഹം നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഇവിടെ നമുക്ക് നടക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ പാമ്പില്ലാത്ത രാജ്യം കൂടിയാണ് കേട്ടോ. അതിന് കുറെ കാരണങ്ങളുണ്ട്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഇത് കണ്ടോ, വേപ്പിൻ്റെ ഇലൊക്കെ ഫ്രഷ്നെസ് ആണ്. നിങ്ങൾ ആലോചിക്കാൻ പറ്റുമോ? എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും, കുരുമുളക് ഐറ്റംസ് ഒക്കെ അവർ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ടോ. ഒരു മിനി കേരളം അന്ന് തന്നെ പറയണം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സാധനം കിട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടല്ലോ, കപ്പ, ചേന, ചേമ്പ്, കറിവേപ്പില, നല്ല മാവ് പൂത്ത് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ പലതരം പുറകിലും വേറെ മാവുണ്ട്. മാങ്ങകള് പലതരം മാങ്ങളുണ്ട്, പലതരം ഒരുപാട് വെറൈറ്റി മാങ്ങ ഉണ്ട്. അത് ഇവര് കഴിക്കുന്ന രീതിയുണ്ട് ജമൈക്കൻ. അതൊരു നമ്മളെ കഴിക്കുന്നവർക്ക് തന്നെ കൊതി വന്നു കടപടി മാങ്ങാണ്ടില്ലേ, അത് മാത്രം നല്ല ക്ലീൻ ചീകി വെച്ച മുടി നീട്ടിരിക്കില്ല എന്ന് പറഞ്ഞാൽ ക്ലീൻ ആയിട്ട് ഇവര് എടുത്തരും. ഇവര് ഭക്ഷണത്തിനെ കാണുന്നതും ഭക്ഷണത്തിനെ തൊടണതും ഉണ്ടല്ലോ. ആ തൊടണ ആ ശൈലി ഉണ്ടല്ലോ, ഒരു പച്ചക്കറിനെ എടുത്ത് മാറ്റുന്നത്. നമ്മളിപ്പോ ആ ആട്ടിറച്ചി അവരെടുത്ത് മാറ്റുന്ന രീതി വരെ നോക്കുമ്പോൾ അതിനോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഫുഡും സെക്സും ഇവരുടെ മെയിൻ സംഭവം ബേസിക്കലി അല്ലേ? തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മലയാളികള് ഈ ലോകത്ത് എന്തൊക്കെ ബിസിനസ് ചെയ്യണമെന്ന് ആലോചിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ കണ്ണൻ ചേട്ടനും വിഷ്ണു ചേട്ടനും ഫുൾ പവറിൽ നിൽക്കണ്. എന്തൊരു പരിപാടി. വിഷ്ണു ചേട്ടൻ്റെ മെയിൻ പരിപാടി ഇപ്പൊ കണ്ണൻ ചേട്ടൻ ടൂർ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ചേട്ടന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, ഒരു മരുന്ന്. സ്ക്രാപ്പ് മെറ്റലാണ്. ഞാൻ ഇവിടെ ഈ ലോക്കലി മേടിക്കുന്നു, ഒരു ബ്രാഞ്ച് പോലെ. മെയിൻ ആയിട്ട് ചേട്ടച്ചാര് മേടിക്കുവാണ്, കിങ്സിലെ മേടിക്കുവാണ്. ഞാനിത് മേടിക്കുന്നു, ഉണ്ണിച്ചേട്ടനാണ് മേടിക്കുന്നത്. ഞാനിത് കിങ്സിന്റെ ഗേറ്റ് അയക്കുന്നു. അവിടുന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വരുന്നു, ഞങ്ങൾ അവിടെ എക്സ്പോർട്ട് ചെയ്യാണ്. അടിപൊളി. നമുക്ക് ഈ സാമ്രാജ്യം കണ്ടാലോ? തീർച്ചയായിട്ടും. നമസ്കാരം. നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിലേ ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷന്റെ കൂടെ യാത്ര ചെയ്താലോ? മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത്. 10-12 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത്. ലോകത്തിലെ 2 മെയിൻ വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ്. മാച്ചു പിച്ചും ആമസോൺ റെയിൻ ഫോറസ്റ്റും ക്രൈസ്റ്റ് റെഡീമറും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ അടങ്ങിയ പെറു, ബ്രസീൽ, പാരഗ്വേ, അർജന്റീന, ചിലെ എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ യാത്രയാണ്. അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിത്ത് ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻസ്. സംഭവം നമ്മുടെ നാട്ടിൽ നമ്മൾ പറയില്ലേ കുപ്പിപ്പാട്ട കേസാന്ന് പറയില്ലേ, കുപ്പിപ്പാട്ട കേസിന് ഇവര് ആക്രി എന്നൊക്കെ പറയണില്ലേ. ഈ ആക്രി കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഗെയിം മാറ്റുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആലോചിക്കാൻ പറ്റും. ഇതിപ്പോ പ്രൊമോഷൻ സംഭവം ഒന്നും ഇല്ല. ഇത് ഇവർക്ക് നമ്മുടെ മലയാളികൾ കച്ചവടം ചെയ്യും വേണ്ട. പക്ഷെ ഇവരുടെ ആ ഒരു സെറ്റപ്പ്, ആ തോട്ട് ഞാനിങ്ങനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടാ. ഇതാ ഒരു ഗേറ്റ് തുറക്കണു, സാധനം എന്താ ഓരോന്ന് ലോഡ് ചെയ്ത് പോകണു കേട്ടോ. ഇതാ അവരുടെ ഓഫീസ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആക്രി കച്ചവടം ഉണ്ടല്ലോ, ആക്രി കച്ചവടം നടത്തി മില്യനേഴ്സ് എന്നൊക്കെ പറയില്ലേ, ജാതി ടീമുകളാ. നമ്മുടെ കുക്കിംഗ് വീഡിയോയ്ക്കുള്ള ചേട്ടന്മാരാണ് കേട്ടോ. ഷാപ്പ് മാൻ സാധനം കേട്ടു. ഇനിയിപ്പോ ഇവിടുന്ന് ഏറ്റവും കൊണ്ടുപോകാലേ, വലിയ ട്രക്കില്ല. ഓക്കെ ഓക്കെ. അവിടെ നിന്ന് നമ്മൾ ഈ ചൈനയ്ക്ക് അങ്ങോട്ട് കൊടുക്കണമെന്നല്ലേ? ഓക്കെ. എനിക്കറിയാം, നമുക്ക് നമ്മുടെ മലയാളികൾ മുസാംബിക്കിൽ കച്ചവടം ചെയ്യണമെന്ന് എനിക്കറിയാം. നമ്മുടെ അടുത്ത് പറഞ്ഞത് മുസാംബിക്കിൽ ഇങ്ങനെ കച്ചവടം ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാം. പക്ഷേ മുസാംബിക്കിലേക്ക് പോയ സമയത്ത് എനിക്ക് അവരെ കണ്ടുമുട്ടാൻ പറ്റിയില്ല. പക്ഷേ 7 കടലിൽ താണ്ടി ഈ കരീബിയൻ ഐലൻഡിൽ
ആക്രി കച്ചവടം ചെയ്യണ പരിപാടി. ഇതിനൊരു പേര് നമ്മള് ഒരു ബാഡായിട്ട് ഉപയോഗിക്കണമെന്നാടാ, അഭിമാനപൂർവ്വം പറയണല്ലേ. അഭിമാനപൂർവ്വം ആക്രി കച്ചവടം ചെയ്യണത്. നാട്ടില് മാത്രമേ വിലയില്ലാത്തുള്ളൂ, ഇവിടെ ഭയങ്കര വിലയില്ല. നാട്ടിൽ ഇപ്പോഴും ചിലർ അയ്യെന്ന് പറയും, പക്ഷെ ഇന്ത്യക്ക് വെളിയിലോട്ട് നോക്കി അതിന്റെ ഒരു വാല്യൂ ഒരു ഭയങ്കര ഇന്ത്യക്ക് വെളിയിൽ താമസക്കാർക്ക് അറിയാം അതിന്റെ വാല്യൂ എന്തോരം. ഇത് കുറച്ച് ബാറ്ററി കേട്ടോ, നമ്മുടെ കാർ ബാറ്ററി എല്ലാ ബാറ്ററിയും ഓൾറെഡി ഞങ്ങൾ ലോഡ് കയറ്റി വിട്ടു, എംഡി ആക്കണം, വീണ്ടും പല പായിക്കൊണ്ടിരിക്കുന്നു. ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാ. ഇതിന്റെ അർത്ഥം എന്താ വെച്ചാലേ, പണിയെടുക്കാൻ തയ്യാറാണെങ്കിലേ ലോകത്തെ എവിടെ പോയി ജീവിക്കാം. നമ്മൾ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു. വേറൊരു സാധനം അവിടെ കിട്ടുന്നു, നല്ല അടിപൊളി ഒരു സാധനം, നല്ല ആട്ടി നല്ല വെളിച്ചെണ്ണ. നമ്മുടെ നാട്ടില് കിട്ടുന്ന പോലെ അല്ലേ. അല്ല ഹലോ, ഇത് കുപ്പിയൊന്നും തോന്നിക്കില്ല, കുപ്പി കള്ളുകുപ്പിയാണ്, ബ്രാൻഡ് കുപ്പിയാണ്. അതിന്റെ അകത്ത് സാധനം വെളിച്ചെണ്ണ. ഇത് ഇവിടെ നമ്മൾ വീട്ടിലേക്കൊക്കെ ഇവരെ കൊണ്ടുവരാറില്ലേ? എപ്പോഴും ഇല്ല, നമ്മുടെ കടുക് വറക്കാൻ നമ്മുടെ വീട്ടിലെ ആവശ്യം, ചെറിയ ചെറിയ ആവശ്യങ്ങളായിട്ട്. ഓക്കെ ഓക്കെ. നല്ല കലക്കം വെളിച്ചെണ്ണ. ഇതിന് എന്ത് ഉറുപ്പിയുണ്ട് ഒരു കുപ്പിക്ക്, ഒരു ലിറ്ററിന്? ഇവിടുത്തെ ഒരു 2000-2500. അപ്പൊ നാട്ടിൽ 1000 അപ്പൊ കോക്കനട്ട് ഓയിലിന് നല്ല വിലയില്ല ഇവിടെ അല്ലേ? ഇവിടുത്തെ ജമൈക്കൻസ് അധികം യൂസ് ചെയ്യാറില്ല. ഇല്ല, അതുകൊണ്ടാണ്. മലയാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഇത് കുറച്ച് സംഭവമാണ്. സംഭവം അടിപൊളിയാണ്, നല്ല നാച്ചുറൽ ആണ്, കെമിക്കൽ ഒന്നുമില്ല. ഇവർ അവിടെ പിടിക്കില്ല. താങ്ക് യു. അപ്പൊ എന്തായാലും ഇനി അടുത്ത നിങ്ങൾ കാഴ്ചകൾ ഈ വെക്കോ. ഞാൻ ജസ്റ്റ് ഇവരുടെ ഒരു ചെറിയൊരു സാമ്രാജ്യം, ഇവർ കച്ചവടം ചെയ്യുന്ന രീതി നിങ്ങൾ കാണിച്ചു തന്നാട്ടാ. അപ്പൊ സാധനപ്പാ, ഇത് നന്ദു നമ്മുടെ ചങ്കാണ്, എന്റെ ഇവിടുത്തെ വലങ്കി ഇടങ്കി എല്ലാ കയ്യുമാണ്. പുള്ളി ഇന്ന് ഇവിടെ ഇല്ല, ഇന്ന് പുള്ളി പ്രേം സ്റ്റോഴ്സിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ മാറി മാറി പുറത്തോണ്ടിരിക്കും, എവിടെ പോകും. പുള്ളി ഇല്ലാത്തോണ്ട് ഞാൻ വേർത്തോണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്കാവുണ്ട്. എന്നാലും കുഴപ്പമില്ല. നാട് കോട്ടയം തന്നെ, കോട്ടയം ഏറ്റുമാനൂർ. അത് അവിടുന്ന് കുറച്ച് ഉള്ളോട്ട് പോകണം, കൂടല്ലൂർ കടപ്പൂർ. എന്തായാലും കണ്ടാലും സന്തോഷടാ. മലയാളികൾ ചെയ്യുന്ന പരിപാടികൾ എന്താന്ന് വെച്ചിട്ട് ആലോചിക്കാൻ പറ്റുമോ? ഇത് ഞങ്ങളുടെ അമ്മാവന്റെ മകന്റെ മകനാണ്. ഇവരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ 2-3 വീഡിയോ ബാക്കിലേക്ക് പോക്കോളോ. ജമൈക്കയില് ഒരു തറവാട്ടിൽ നിന്ന് 35ഓളം ആൾക്കാർ ജീവിക്കുന്ന ഇവിടെ, പല തൊഴിലും പല ബിസിനസ്സുകളായിട്ട്. ആലോചിക്കാൻ പറ്റുമോ? ഇവിടെ വെളിച്ചെണ്ണയും കൊണ്ടൊന്നും എല്ലാം കൊണ്ടു ഇപ്പോഴും കട്ടിങ് കഴിഞ്ഞിട്ടാടാ. അതിന് അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്തിട്ടാണ് ചെയ്യണടാ. നോക്കിയാ അവിടേക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രില്ല് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഗോട്ടിലേക്ക് ഉണ്ടല്ലോ, ഇവര് ആദ്യം വിട്ടത് ഇന്ത്യൻ കറി പൗഡർ. ഇത് ഇവിടെ നിന്ന് മേടിക്കാൻ കേട്ടതാണ് സ്പൈസി ചേട്ടാ. എന്ത് കറിക്കും ഈ ഒരു കളറാണ്, രുചിയോട് ഓരോ രുചി മാറുമല്ലോ. ഇത് മേക്ക്ഡ് ബൈ ജമൈക്കൻ ആണല്ലേ? മേക്ക്ഡ് ബൈ ജമൈക്കയിൽ ഇന്ത്യൻ കറി പൗഡർ ഒരു പൗഡർ ഇടുന്നു. അത് അവര് ക്വാണ്ടിറ്റി ഇട്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ അവർ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടാ. ഇതിന് അവര് ഇട്ട് പൗഡർ ഇട്ടാ. പിന്നെ അവര് പച്ചക്കറിയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. After that, what are you going to put? I'm gonna put these type of seasoning. Okay. Sweet pepper. Irish. Capsicum. Capsicum. Urlangan is it? Urlangan. Irish. Onion. Okay. You have the white one and the purple one. White onion. Okay. Pepper. Okay. Pepper. Yeah. Scallion. Thyme. അത് ഉള്ളിയിലല്ല. പിന്നെ നമ്മൾ ഈ ജമൈക്കൻ തൈം അതൊക്കെ മറ്റേ ഇതടിക്കണ്ടല്ലോ. Carrot. And garlic. ഓക്കെ. അവൻ ആ ഫുഡ് പിടിക്കണ രംഗം കണ്ടോ നിങ്ങൾ? രസമുണ്ടല്ലോ. അപ്പൊ ആ ഗോട്ടിലേക്ക് അവര് നൈസായിട്ട് ക്യാപ്സിക്കം അരിഞ്ഞു കൊടുക്കട്ടെ. അവര് ആ പൊടി, ആ മസാലപ്പൊടി മാത്രമേ അതിന് മുകളിൽ ഇട്ടുള്ളൂ. അതിന് മുകളിലേക്ക് അവര് ക്യാപ്സിക്കം അരിഞ്ഞു കൊടുക്കട്ടോ. നമ്മുടെ നാട്ടിലെ അമ്മിച്ചുമാര് അരിയണ പോലെ നടാ, വിരലുമ്പോ വെച്ചിട്ടാണ് സാധനം അരിയണടാ. മറ്റേ കട്ടിങ് ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല, നേരെ അരിഞ്ഞു കൊടുക്കണം. കാണാ ഓക്കെ. ജസ്റ്റ് അത് പൊടിച്ചിടണല്ലോ കേട്ടോ, വേറെ ഒന്നും ചെയ്യണില്ല. കേട്ടോ അത് കണ്ടിച്ചിടണം. അത് സ്മെല്ലിന് വേണ്ടിട്ടാണല്ലോ. മണം വരും. അതിന് മുകളിലേക്ക് സബോള വരെ അരിയണോട്ടാ. നമ്മുടെ നാട്ടില് അമ്മാമ്മയൊക്കെ അരിയണ, അമ്മ ഇടയ്ക്ക് അരിയണാണ്. പണ്ട് കാലത്ത് അമ്മാമ്മമാരെ അരിയണ പോലത്തെ അരിയണതാണ്. ഇവ മാത്രമാണ് കള്ള് കുടിക്കാണ്ട്, ഒരു പെഗ് അടിച്ചിട്ടുണ്ട്, എന്നാലും കള്ള് കുടിക്കാണ്ട് കുക്ക് ചെയ്യണത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം ഫുൾ വലിക്കില്ല. ആ കുക്കിങ്ങിനോട് റെസ്പെക്ട് കാണിക്കണം. എന്നിട്ട് നമ്മുടെ മിളക്, നല്ല എരിവുള്ള മുളകാട്ടാ. മിളക് ഇട്ടതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോട്ടാ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഇലയ്ക്ക് പകരം ആ ഇലയ്ക്ക് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ വല്ല പേരുണ്ടാവും, നമുക്ക് അറിയാത്താട്ടാ.
നിങ്ങൾ അറിയുന്ന വെച്ചാൽ അടിയിൽ കമന്റ് ചെയ്തോട്ടോ. ക്യാരറ്റ് ചെറുതാക്കി അരിയണവൻ. ഇനി ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം ഇതിനകത്ത് ഇതാണ്. ബിസ്ക്കിയാണ് ഒഴിക്കണത്. ബിസ്കി ഇതിൽ ഒഴിക്കില്ല. ഒഴുക്കി പിന്നെ വിസ്കി റമ്മാണും കുഴപ്പമില്ല. സാധാരണ ഒരു റമ്മണ ഒഴിക്കാന്ന് പറയണത്. പക്ഷെ ഇന്ന് റമ്മ അവരടിച്ച് തീർത്ത കാരണം വിസ്കിയാണ് ഒഴിക്കണടാ. അല്ല വിസ്കിയും ആട്ടിറച്ചും കൂടി അടിച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാവും 30 ശരിയാക്കിട്ടാ. വിസ്കി ആട്ടിറച്ച് അത്യാവശ്യം കയറ്റിട്ടാ നോക്കിയാ. ഗുഡ് ഫ്ലേവർ. അയ്യോ ആദ്യമായിട്ടാ ആട്ടിറച്ചും വിസ്കിയും കൂടി അടിക്കണത്. ആലോചിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് അവര് കുറച്ച് മസാലയും കൊണ്ട് ഇട്ടാ. അവിടുത്തെ മാഗി മസാല ഇടുന്നത് അവര് പൊട്ടിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് മാഗി മസാല ഇടുന്നുണ്ടാ. This is all-purpose season. Yeah. And this is the chicken. Both of them is curry flavor. Yeah. അപ്പൊ ചിക്കൻ മാഗിയുടെ ചിക്കൻ ഓൾ പർപ്പസും സാധാരണ ചിക്കൻ അതിന്റെ മുകളിലേക്ക് അവര് സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ഇടുന്നുണ്ടോ. അതുകൊണ്ടാ മസാല മെയിൻ ആയിട്ടാ. നമ്മള് വിചാരിക്കും നമ്മള് മാത്രം മസാല കഴിക്കണം. പക്ഷെ കരീബിയൻ ഹുസൈൻ ബോൾട്ട് വരെ മസാല കഴിക്കുന്ന ആൾക്കാരാണ് മെയിൻലി. മസാല ഇട്ട് കൊടുക്കണ്ടോ. കുറച്ച് മറിച്ച് അങ്ങോട്ട് വെച്ചു, കുറച്ച് മറിച്ച് ഇങ്ങോട്ട് വെച്ചുട്ടാ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ പരിപാടി. മസാല കൂടി നമ്മൾ ഒറ്റയടിക്ക് വിട്ടിട്ട് നേരെ തിരുമ്പല്ല ചെയ്യുക. ഇവരിങ്ങനെ അവിടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പിടിക്കാല്ലേ. അത് കഴിഞ്ഞിട്ട് അവർ ചിക്കൻ മസാല, മട്ടനിലേക്ക് ചിക്കൻ മസാല എന്ന് ആലോചിക്കണം. എന്നാലും അവർ പക്ഷെ ഭയങ്കര സ്മെല്ലുണ്ട്. ആ വിസ്കേര സ്മെല്ല് ശരിക്കും കയറി വരുന്നുണ്ടല്ലേ. അതെ അതെ നല്ല മണം വന്നു തുടങ്ങിട്ടാ. ഞാൻ അവന്റെ തിരുമ്പലട്ടാ. ഏട്ടത്തയ്യനുണ്ട ചെക്കൻ ഏട്ടത്തയ്യുണ്ട തിരുമ്പിട്ടിരിക്കണട്ടാ. പുള്ളി ഗുഡ്. good flavor. ഗുഡ് ഫ്ലേവർ ആണ്. Everything mixed up in one. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമ്മളങ്ങനെ വീഡിയോക്ക് വ്യൂഷിപ്പ് കിട്ടാൻ വേണ്ടി പറഞ്ഞല്ല. നല്ല സ്മെല്ലുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഇനിയിപ്പം ഇവര് ഇനി ഇതിന്റെ അകത്തോട്ട് സവോള ഇടുന്നു. എണ്ണ തിളച്ചു അതിലേക്ക് ആദ്യം മിളകിട്ടോ. മിളകിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ആ സവോള ഇടൂടാ. സവോളക്ക് മേലെ വീണ്ടും സവോള. അപ്പൊ നമുക്കൊരു പുതിയ രാസ്ത വന്നിട്ടുണ്ട്. Yeah man, life on Jamaica, you know. Yeah. Right in a St. Box Street, you know. Yeah man, right at the Iron Yard. You see it? When I join a card up top, you don't see it in a blessed. Yeah man. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമ്മള് നേരെ എന്താ സബോള ഇട്ടിട്ടുള്ളപ്പോഴേക്കും അവര് ആ മസാല കറി പൗഡർ ഇട്ടുടാ. ഇന്ത്യൻ കറി പൗഡർ ഇട്ടു. ഒരു ഫ്ലേവർ കിട്ടാം. അത്യാവശ്യം ഇട്ടുണ്ടാ. കുറച്ചൊന്നല്ല. നമ്മുടെ നാളത്തൊരു 4 സ്പൂൺ ഇട്ടുടാൻ. ഇതിങ്ങനെ നിൽക്കുമ്പോഴേ ഈ സാധനം നമ്മൾ പേടിക്കുമ്പോ നമ്മുടെ കണ്ണിന്റെ സൈഡിൽ കൂടി ഈ സാധനം വരുമ്പോഴേ പേടിക്കൂട്ടോ. അപ്പൊ മസാല കൂട്ടി വെച്ച മട്ട നേരെ ഇടണം കേട്ടോ. അതിനുള്ളിലേക്ക് അധികം നേരം ഒന്നുമില്ല. പെട്ടപ്പെട്ടാന്നുള്ള കാര്യങ്ങൾ കേട്ടോ. നേരെ മസാല മൂപ്പിച്ചു അതിന്റെ ഉള്ളിലേക്ക് നേരെ ഇടണ്. അതിന്റെ മുകളിലേക്ക് വിസ്കി വെച്ചുട്ടാ. നല്ല ഫ്ലേവർ അടിക്കട്ടാ. നല്ല ചൂടുണ്ട്. അപ്പൊ അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടാ. സ്വല്പം വെള്ളം വെച്ചിട്ടുള്ളോ. വെള്ളം വെച്ചിട്ടാകുമ്പോൾ പതുക്കെ അത് കൊണ്ടുവന്നുട്ടാ. അപ്പൊ അത് അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ രാസചേട്ടൻ എന്തിനാ വന്നേന്നുള്ള കേസ് നമ്മളിപ്പോ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോട്ടാ. ചക്ക കൊണ്ടിട്ടുടാൻ. ചക്ക കൊണ്ടിട്ട് പതുക്കെ കണ്ടാ. ഇപ്പൊ പറിച്ചിട്ടുള്ളോ നോക്കിയാ. പശ വരെ പോയിട്ടില്ലടാ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്നവൻ. ഇവര് പച്ചച്ചക്ക കഴിക്കത്തില്ല. ചക്ക വെച്ച് നമ്മളവിടെ കഴിക്കാറില്ല. ചക്കുരു ഇല്ല. ഇവര് ഇത് പഴുത്തിട്ട് മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പൊ നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ പച്ചക്ക് തരുന്നത്. അല്ലെങ്കിൽ പഴുത്ത് മാത്രമേ കഴിക്കുള്ളൂ. ഇതിന്റെ സൈസ് കണ്ടിട്ട് പച്ചയാണോ പിഞ്ചാണോ അറിയത്തില്ലാത്ത അവസ്ഥയാണ് നമുക്ക്. അവ ഉള്ളത് പറക്കി കൊണ്ടുവന്നത് മാത്രം. അതെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്ത് കയറ്റിയപ്പോ ഫിഷ് നേരത്തെ നമ്മൾ കാണിച്ച ഫിഷ് ഇനി വറക്കാനായിട്ട് പോകാന്നല്ലേ.
ഇത് വറക്കാൻ പോവാണ്. നമ്മൾ മുഴുവൻ എടുക്കുന്നില്ല. ഇപ്പൊ ഈ കറികോട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന്റെ പകുതി മീനെടുത്ത് നമ്മളത് വറക്കുന്നു. അതിന് ചെറിയ ഗ്രേവി ഉണ്ടാവും. അതിന്റെ സ്പെഷ്യൽ ഗ്രേവി ഉണ്ട്. അത് അപ്പൊ ഇത് കടലിൽ നിന്ന് പിടിച്ചു കൊടുക്കുന്ന മീനാണ്. നമ്മുടെ ഹൈറ്റിലുള്ള ചക്കനില്ലേ. യു ആർ ദ ഫിഷർമാൻ റൈറ്റ്? താങ്ക് യു ബ്രോ. അവർ രാവിലെ പോയിട്ട് എടുത്തോണ്ടാന്ന് തോന്നല്ലേ. ഭയങ്കര ആത്മാർത്ഥതയോടെ നമുക്ക് കുക്ക് ചെയ്യാനടാ. അതിനൊരു ടേസ്റ്റ് അതിനുണ്ടാവുന്നാണ് ചേട്ടൻ പറഞ്ഞത്. സൂര്യനെ പതുക്കെ പോയി തുടങ്ങി. നമ്മുടെ പംകിൻ നമ്മുടെ റൈസിലിരിക്കുന്ന സാധനം നമ്മൾ കുറച്ച് അതിൻ്റെ കൂട്ടുള്ളൂട്ടോ. അപ്പോൾ മീൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മസാലകൾ ഇനി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. What are you going to do? I'm gonna fry dry. Okay, dry fry. Yeah, dry fry. You clean inside everything? Yeah, man, clean everything, man. Yeah. You scale everything. Okay. It's gonna add seasoning. നമ്മുടെ ഗോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഹലോ. Hello. What's your name? Shanice. Shanice. Okay. You like to drink whiskey or rum? Whiskey. ഫിഷ് മസാല. ഓക്കെ, സീസൺ മസാല ഫിഷ് മസാല ഇതിന് മുകളിൽ ഒരു ഇടാ. മാഗിയുടെ ബിസിനസ് ആടാ. അതിനുള്ള വേറെ ഉണ്ടല്ലോ. സോൾട്ട് ഫിഷ് ഡാഷ് extra spicy. Okay, this from Jamaica or from other country. Arab countries? Yeah. Okay. The Arab countries കൊണ്ടുവന്നാണ് എക്സ്ട്രാ സ്പൈസ് ഡാഷ് ഫ്ലേവർഫുൾ എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി എല്ലാം അറിയാൻ അടിയിൽ കമൻറ്റ് ചെയ്തോളാം. നമ്മൾ ആദ്യം കണ്ടിട്ട് ഡാഷ് ഒരു സംഭവം ആദ്യം കേൾക്കുന്നത്. ഇസ് ഇൻസൈഡ് സോൾട്ട് ഓൾസോ റൈറ്റ്? Not too much. Okay. അത് സോൾട്ടുകളൊക്കെ ഉള്ളു. അപ്പോൾ അവരതിൻ്റെ മുകളിലേക്ക് അതിന് സീസണിങ് ചെയ്യാൻ പോട്ടാം. ഒപ്പം മുളക് കൊണ്ടുണ്ടോ. നമ്മുടെ ഉണ്ടമുളക് അവർ ഇടുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഉണ്ടോ? ക്യാപ്സിക്കം ഉണ്ട്. നമ്മുടെ സബോള അലി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇതിന് വേണ്ടിയിട്ട് ഗോട്ട് റെഡിയാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സബോള അലിയും അതേപോലെ നമ്മുടെ ടൈമിൻ്റെ അലിയും ഇടുന്നുണ്ട് കേട്ടോ. ടൈമിൻ്റെ ഇല ഇടുന്നു. ഫുൾ ഫ്ലേവറും ഒരു കളി കേട്ടോ. ഒരു നല്ല ടേസ്റ്റിലാ ഭക്ഷണം കഴിക്കുള്ളൂ. എങ്ങനെ എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റിലാണ് കഴിക്കുള്ളൂ. വെറുതെ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞ പരിപാടി ഇല്ല കേട്ടോ. ഗാർലിക് ഇടണല്ലേ. വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ അത് ഇടാതിരിക്കാൻ പറ്റില്ല. നമ്മൾ മീൻ വറക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് വറക്കാം. പക്ഷേ നമ്മൾ ഈ മീൻ വറക്കുമ്പോൾ ഈ ഫ്ലേവർ കിട്ടാന്ന് വെച്ചാൽ അടിപൊളി. അവിടെ ഒന്ന് നോക്കി നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഓണിയൻ എല്ലാ സാധനം ഉണ്ട് കേട്ടോ. പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും ആകെ 2-3 സാധനം ഉള്ളൂന്ന്. അപ്പോൾ ഓണിയൻ, ഗാർലിക്, ഫിഷ് മസാല, ഡാഷ്, എക്സ്ട്രാ സ്പൈസി, ടൈമിൻ്റെ ഇല, നല്ല ഉണ്ടമുളക്, ക്യാപ്സിക്കം എല്ലാ സാധനം ഉണ്ട് കേട്ടോ. പിന്നെ നല്ല വറ്റിയുണ്ട്. പലതരം വെറൈറ്റി മീനുകളാകുമ്പോൾ പോയിട്ട് പിടിച്ചു കൊടുത്തിട്ടൊന്ന്. മീൻ വറക്കാനും അവർ സബോള അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെന്തായി തീരുന്നു നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ എന്നിട്ടുണ്ടായെന്നുള്ള കാര്യം. അവിടെ അടിച്ച് മീറ്റർ ലൈൻ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടാ. എല്ലാവരും സിമ്പിളായിട്ടുണ്ട്. ഇല തിരുമ്പലൊന്നുമില്ല. നേരെ ഡയറക്റ്റ് എൻ്റെ ഉള്ളിൽ ഇടന്നെ കേട്ടോ. വേറെ ഒന്നും വേറെ കാണിക്കണമെന്നില്ല. ഇവര് അടിമൂട് ഫുൾ സിങ്ങായിട്ടാ. വരിയണ കാണാൻ നല്ല രസമാണ്. എന്നിട്ടായാലും ഒരു കുടുംബൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടൊക്കെ നമ്മുടെ കറികോട്ട് പതുക്കെ വിളക്കിക്കൊണ്ടിരിക്കട്ടാ. നമ്മുടെ നാട്ടിലത്തെ മസാലയേക്കാളും കൂടുതൽ മസാലയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടെ. അങ്ങനെ നോക്കുമ്പോൾ തന്നെ അല്ലേ നന്നായിട്ട് ഇളക്കിയെടുക്കാട്ടാ. നമ്മുടെ നാട്ടിൽ കൂട്ടാൻ കവർ ചെയ്യണ പോലെ തന്നെ അവരെല്ലാം മുറിച്ചത് കവർ ചെയ്യണോട്ടാ. അവൻ ഒരു പകുതി ആക്കിട്ടാ. അതിന് പകുതിയുടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞവൻ. നാച്ചുറൽ കവറാണ്. അതിന്റെ ഫ്ലേവർ കൂടി ശരിക്കും കറിക്കുണ്ടാവട്ടോ. അതൊക്കെ അതിന്റെ ഭാഗം കേട്ടോ. ഇതൊക്കെ മീൻ അങ്ങനെ തലോടി ഇരിക്കട്ടാ. 2 മണിക്കൂർ പിടിച്ചു മറ്റേ ഗോട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. തലോടി ഇട്ടിട്ടാ. അങ്ങനെയുണ്ട്. ആ ടേസ്റ്റ് ഉണ്ട് അതിന്. ആ തലോടലിനൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ വരയ്ക്കണ പോലെ വരയ്ക്കണ നോക്കിയേ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ. എടുക്കണു വരയ്ക്കണു. ഇത് ജമൈക്കന്ന് വന്നാണോ നമ്മുടെ നാട്ടിലത്തെ വര? അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണോ? നമ്മുടെ നാട്ടിലത്തെ അതേ സിസ്റ്റം ഇവര് ഫോളോ ചെയ്യണമെന്ന് ഇവിടുത്തെ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും മീൻ വറക്കാൻ പോവാ. ഈ വറക്കുമ്പോ ബാക്കിയുള്ള ഫ്ലേവറൊക്കെ എങ്ങനെയാ വരണേന്ന് ഞാൻ ആലോചിക്കണം കേട്ടോ. അതെ, മസാലേനുള്ളിൽ കൊടഞ്ഞിട്ടാ. ചെക്കൻ വേറെ ലെവൽ. സെക്കൻഡ് ലെവൽ വേറെയാണ്. എന്നിട്ട് പറയാണ്ട് ഒന്നും പറയാലെന്ന്. നമ്മുടെ കൂടെ നിൽക്കണവരാണ്. ഇവർ നന്നായിട്ട് കുക്ക് ചെയ്യണതാണ്. സ്റ്റൈലുണ്ട്. നമുക്കാണെങ്കിൽ ആ സ്റ്റൈല് അറിയും വേണം. അപ്പൊ നമ്മൾ ഇന്ന് ഇവരെ കൂടെ അങ്ങോട്ട് കൂടും കേട്ടോ. അപ്പോൾ നമ്മുടെ പംകിൻ റൈസിനുള്ള മത്തങ്ങ ഒരു ചെറിയ പീസായിട്ട് നോക്കിയാൽ ഈ ചെറിയ പീസായിട്ട് അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കലക്കി. ഇവർ പറയുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഈ റൈസിന്. എന്തായാലും ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാകും മത്തങ്ങയും തേങ്ങാപ്പാലും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് റൈസ് കഴിക്കുന്ന കേട്ടിട്ടുണ്ടാകും. ഇന്ന് നിങ്ങൾ കേൾക്കട്ടെ. എന്തായാലും തൊലി പറിച്ച് കണ്ടിച്ച് കളയണമെന്നില്ല കേട്ടോ. തൊലി അടക്കണവരിടണത് വേറെ ഒന്നുമില്ല. ഡയറക്റ്റ് ധൃതി കൂടിയിട്ട് അങ്ങനെ ഡയറക്റ്റ് അടിയാണ് കേട്ടോ. അപ്പോൾ പംകിൻ റൈസിനുള്ള വെള്ളം ചൂടാക്കാനായിട്ട് ഇത് വെള്ളം അടുപ്പത്ത് കയറ്റിയിട്ടാണ് നൈസ്. അവിടെ ചെറിയ തീയിൽ ആട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പംകിൻ റൈസിലേക്ക് മത്തങ്ങ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതേ തിളപ്പിക്കേണ്ടവർ. ആൾ ഫുൾ സ്പീഡാണോ. മത്തങ്ങ ഒരു ചട്ടി മൊത്തം മത്തങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം സ്പീഡ് കൂടി. നേരത്തെ മട്ടനും അതുപോലെ ഫിഷുമ്പോൾ തൊട്ടിപ്പോൾ ആൾ ഭയങ്കര സ്ലോ ആയിരുന്നു. പച്ചക്കറിയിലേക്ക് ആയിപ്പോഴല്ലേ ചക്ക ആദ്യമായിപ്പോയി. അപ്പോൾ നേരെ കഴുകൽ കടമയിലേക്ക് പോവാട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചേട്ടൻ്റെ മോൻ വന്നിട്ടുണ്ട്. ഹായ് മാൻ, how are you? Fine. What's your name? Nathan Scott. Nathan Scott. അപ്പോൾ നമ്മുടെ മീൻ വറുക്കാനായിട്ടുള്ള പാത്രം വെച്ചിട്ട് ചേട്ടൻ മീൻ വറുക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വെച്ചു. ഇനി അത് എണ്ണ വെച്ച് ചെക്കൻ പോയിട്ടോ. ചെക്കൻ്റെ ഒരു വഴിക്ക് ചെക്കൻ പോകുന്നുണ്ട്. അത് എണ്ണ വെച്ചിട്ട് ഇനി ചൂടാക്കി എടുക്കൂട്ടോ. അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ആള് കറികോട്ട് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടാ. ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് റെഡിയാണ്. നമ്മളും റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ. ഭയങ്കര വിശപ്പുണ്ട്. കുറച്ച് നേരത്തെ വിസ്കീരെ സ്മെല്ല് അടിച്ചു. ഇപ്പോൾ വിസ്കീരെ സ്മെല്ല് കിട്ടുന്നില്ലട്ടാ. ചക്ക നല്ല ധൃതിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആത്മാർത്ഥം നിറക്കൂട്ടൊന്നും കിട്ടണ്ട. അവർ മീൻ വറക്കണേലേക്കും ഉണ്ടോ. ഈ മീൻ വറക്കണേലേക്ക് മീൻ മിളക് ഇടാടാ നോക്കിയാൽ. അതിനകത്ത് അവർ അരിഞ്ഞിടാൻ ഓക്കെ കണ്ടിന്യൂ. മിളക് നമ്മുടെ ടൈപ്പ് അല്ലേ. ഓക്കെ ആ ടൈപ്പിൻ്റെ അതിലും ആ മുളകും കൂടിയിട്ട് അവർ മീൻ വറക്കണേലേക്ക് ഇടാടാ. നമ്മൾ ആദ്യം ഇങ്ങനെ സെറ്റപ്പ് കാണണട്ടോ. മീൻ വറക്കണേലേക്ക് നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ നോക്കിയാണ്ട. എണ്ണ ചൂടായി വരണല്ലോ. Why you put like this? ഹീറ്റ് ഇത്ര നേരമായിട്ട് ഹീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് അവൻ എൻ്റെ മുകളിലേക്ക് ഫോയിൽ പേപ്പർ കത്തുന്നതിനിടയ്ക്ക് വേറെ കാര്യം. ഇവിടെ മീനുള്ള ടൈപ്പും മറ്റേ മിളകും നന്നായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ അതിൻ്റെ മുകളിലേക്ക് അവൻ കുറച്ചും കൂടെ മിളക് ഇട്ടു കേട്ടോ. കറിക്കൂട്ട് ലൈനിൽ പൊരിയുണ്ട്. അവിടെ വാഴയിലൊക്കെ മുറിക്കുന്നു. തിക്കുന്ന നമ്മുടെ കല്യാണ വീട്ടിൽ തലേന്നത്തെ പരിപാടി പോലെ കേട്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുത്തുട്ടാ. മീനിടണ ഓരോന്നോരോന്നായിട്ട് മിളകിൻ്റെ മുകളിലേക്ക് ഇടണേട്ടാ. അതിനടുത്ത രസം. ഭയങ്കര കുക്കിംഗ് കേട്ടാ. കണ്ണുണ്ടോ ഒന്നാലും കുഴപ്പമില്ല. ഈ സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇവിടെ മീൻ പൊരിക്കുന്ന സൗണ്ട്, ഇവിടെ കറികോട്ടിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ കണ്ണഞ്ചാട്ടൻ ബാക്ക് ടു നോർമൽ. നല്ലൊരു ഉറക്കിറങ്ങിയപ്പോൾ റെഡി ആയില്ലേ. പനി മാറിയാ സെറ്റായി. ഒരു മിസ്സിംഗ് ഉണ്ടാകുന്ന കുറച്ച് നേരം മുത്തുമണിനെ കാണാണ്ട്. ഇപ്പോൾ ഓക്കെ അല്ലേ. നമ്മൾ ഏകദേശം ഫുൾ പവറിലായിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ മീൻ വർക്കായിട്ടാ. നമ്മുടെ മീനിൻ്റെ വാറ വെക്കണ നോക്കിയാ. ഇതുണ്ടോ ഫുൾ വാര വെക്കട്ടാ. മീനൊക്കെ ഇങ്ങനെ കുത്തി നിർത്താണ്ട വരും ആ പാത്രത്തിൽ. അത് കളിക്കില്ല. നമ്മുടെ മിളകും അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കരിഞ്ഞിട്ടുണ്ടായി. അതൊക്കെ se pone bellaca. Tú sabes que tú
ojos y tu boca me provoca. Yo te beso donde quiera, te doy lo que tú quieras. Tú eres mi gatita, no me muerdas. മീൻ മൂന്നാമത്തെ സെറ്റ് വെച്ചു. നമ്മൾ റൈസ് ഇതുവരെ വെച്ചിട്ടില്ല. റൈസ് അവരാ മത്തങ്ങ നന്നായിട്ട് ചൂടാക്കി തിളയ്ക്കാൻ വരെ വെയിറ്റ് ചെയ്യൂലേ? വെട്ടി തിളക്കാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, അതിന്റെ മുകളിലേക്ക് ഇത് വെജിറ്റബിൾ ഒക്കെ എറിഞ്ഞിട്ടോ നോക്കിയാണോ? എല്ലാം കൂടെ ഇട്ടുള്ളൂ എന്നാ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോയിക്കൊണ്ടിരിക്കട്ടോ. നമ്മുടെ ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഷ് നമ്മളിത് വെക്കാൻ പോണു. മത്തങ്ങ നല്ല തിളച്ച് മറിഞ്ഞു. ഇനി അതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് മാറ്റി മാറ്റി ഇട്ടിട്ട് വരും. വാട്ട് യു ഗോയിങ് ടു ഡു ഇൻ റൈസ്? Salt? Yes, salt. Yeah. Scallion. റൈസിലേക്ക് പിന്നെ അത് വെച്ചിട്ട് വീണ്ടും ഇട്ടിട്ടാ സാധനം, നമ്മുടെ സാധനങ്ങളൊക്കെ. Thyme. എന്തൊക്കെ നമ്മള് മീനിലും ഇതിലിട്ടാ. ഇതില് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി അഡീഷണൽ ചേർക്കാൻ പോകണ്ട. തേങ്ങാപ്പാലാണ് ഇനി നമ്മള് റൈസിലേക്ക് ഇടാൻ പോണത്. What is this? Same. മാഗി ഓരോ ബ്രാൻഡുകളുടെ സൂപ്പ് മിക്സ്. ചിക്കൻ സൂപ്പിന്റെ മിക്സ് നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ആ സാധനം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുളക് അല്ലേ, സ്പൈസ്. അതെ, വേറെ ഒന്നും പൊളിക്കൽ ഇരിക്കുന്നില്ലല്ലേ? ഇവര് സ്പൈസി അധികം യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് ജമൈക്കൻ. ചിലര് യൂസ് ചെയ്യുന്നവരുണ്ട് ചില ഏരിയയില്. ചില ആൾക്കാര് ജിഞ്ചർ ഉണ്ട് കേട്ടോ. ജിഞ്ചർ ഉണ്ട്, മുളകുണ്ട്, ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈം എന്ന് പറഞ്ഞിട്ട് സാധനത്തിന്റെ മലയാളം വീട് നമ്മുടെ നാട്ടിൽ വീട് കമന്റ് ചെയ്തോളൂ. സോൾട്ട് ഉണ്ട്, നമ്മുടെ സൂപ്പ് മിക്സ്, ചിക്കൻ്റെ സൂപ്പ് മിക്സ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കോക്കനട്ട് പൗഡർ, നമ്മുടെ തേങ്ങാപ്പാൽ കേട്ടോ, നമുക്ക് തേങ്ങാപ്പാലായിട്ട് ഉപയോഗിക്കാം. പിന്നെ സബോള ഇലിട്ടോ. ഇതെല്ലാം കൂട്ടിയിട്ട് ഇനി റൈസ് ഉണ്ടാക്കാൻ പോകണം. നമ്മുടെ പംകിൻ റൈസിന്റെ പീക്ക് കേട്ടോ. ഇനി ഇതിലത്തെ ഏറ്റവും സീക്രട്ട് ഷുഗർ. സീക്രട്ട് കുറച്ച് ഷുഗർ അവർ സീക്രട്ട് ആയിട്ട് ഇടുന്ന ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ. ഇത് ഇവിടുത്തെ ഈ ഷുഗർ ഒരു മായം ചൊല്ലി ചേർക്കാം. നമ്മുടെ നാട്ടിലെ വൈറ്റ് ഷുഗർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് ബ്രൗൺ ഷുഗർ, നല്ല കറക്റ്റ് ഒരു മായം പോലും ചേർക്കാത്ത പ്യൂർ സാധനം. 100% ആണ്. ഞങ്ങളെല്ലാം ഇവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. 100% പ്രൊഫഷണൽ. ഒരു കുഴപ്പമില്ല. ചെക്കൻ്റെ സീക്രട്ടാന്ന് പറഞ്ഞാ. എന്തായാലും നമുക്ക് നോക്കിയാണ് ചെക്കൻ ഒരു ചെയ്യണമെന്ന്. ലൈറ്റൊക്കെ ഓൺ ആക്കി ആയിരുന്നു. പിന്നെ പകുതി കാര്യങ്ങൾ ഓക്കെ ആണ് നമുക്ക്. അപ്പൊ റൈസിലേക്ക് അവന്റെ നമ്മുടെ സൂപ്പിന്റെ മിക്സും അതേപോലെ തേങ്ങാപ്പാലും ഇടാൻ പോകട്ടോ. സൂപ്പിന്റെ മിക്സ് ആദ്യം ഒഴിക്കണോട്ടോ, ഇടുന്നുണ്ട് ഞാൻ. മത്തങ്ങ ചൂടായി, വെള്ളം ചൂടായപ്പോ സൂപ്പിന്റെ മിക്സ് ഒഴിക്കണു. 2 പാക്കറ്റ് ഒഴിച്ചില്ല. പക്ഷെ ആൾക്കാർ കൂടുതലാണ് 2 പാക്കറ്റ് ഒഴിക്കണം. 2 പാക്കറ്റ് ഇടണം കേട്ടോ. അതിലേക്ക് നമ്മളിത് തേങ്ങേര പൊടി ഇട്ടാ. നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം. തേങ്ങേര പൊടി ഇടണോട്ട് വരും. ചോറുണ്ടാക്കുന്ന രംഗട്ട നമ്മൾ കാണുന്നത്. നിങ്ങളൊരു കുക്കിംഗ് ചാനൽ നടത്തുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഇത് ട്രൈ ചെയ്യട്ടാ. ജമൈക്കൻ പംകിൻ റൈസ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. എന്തായാലും നിങ്ങൾ കുക്കിംഗ് ചാനൽ നടത്തണമെങ്കിൽ എന്തായാലും ഈ സാധനം ട്രൈ ചെയ്യണോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കണം. അവർ 2 പാക്കറ്റ് ഇട്ടോ. 2 പാക്കറ്റ് മിൽക്ക് പൗഡർ ഇട്ടൂടാ. തേങ്ങാപ്പാൽ നമുക്ക് പാലായിട്ട് വേണമെങ്കിൽ ഒഴിക്കാം, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ തൈം ഇട്ടു, ഡയറക്റ്റ് ഇട്ടു. വേറെ പറയലും ചോദിക്കണമെന്നില്ല. പിന്നെ അത് സബോള അല്ല പിരിച്ച് അവർ വീണ്ടും 2 തിരിച്ചിട്ട് ഇട്ടുണ്ടോ സൈഡ്. അടിപൊളി. ഞാൻ അത് ഇട്ടാൽ അങ്ങോട്ട് തിളപ്പിക്കട്ടെ. അരിയിടാൻ പോണത്. അതിന്റെ മുകളിലേക്ക് ഇഞ്ചി ഇട്ടു. ഇഞ്ചി ചെക്കൻ ആദ്യലൈനായിട്ടാ. ചെക്കൻ നമ്മളെ പഠിച്ചു. നീ ക്യാമറയുടെ മുമ്പിലല്ലേടാ ഒന്നും ചെയ്യില്ലടാ. എന്റെ ക്യാമറ ഓണാക്കിയ ചെക്കൻ ഓണ ചെയ്തേ. ഓണിയൻ ഒരു റൈസ് ഉണ്ടാക്കണ രംഗം നമ്മൾ കാണുന്നത്. ബിരിയാണി അല്ല, ജമൈക്കൻ റൈസ് ഇട്ടാ. ജമൈക്കൻ റൈസ് നിങ്ങൾ എപ്പോഴും കഴിക്കണം. ഞങ്ങള് മാസം ഈ പരിപാടി വെക്കുമ്പോൾ ഇതാണ് പമ്പിൻ റൈസ് ആണ് ഞങ്ങൾക്ക് മെയിൻ. ഒരു ഭയങ്കര ടേസ്റ്റ് അത് പറയാൻ പറ്റില്ല. ഉപ്പ് അളവിന് ഇട്ടു കൊടുക്കണ്ട. ബുദ്ധിപരം ഡീൽ ചെയ്യണട്ടാ. പാക്കറ്റ് ആദ്യം കൊണ്ടു അളവിന് ഇട്ടു ഉപ്പ് അയക്കാൻ. നമുക്കിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടാ. മത്തങ്ങയും തേങ്ങാപ്പാലും മുളകും ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് അതിങ്ങനെ ഇനി വെന്ത് ഒരു നല്ലൊരു തിളയ്ക്കുമ്പോൾ അതിലേക്ക് റൈസ് ഇട്ടു കേട്ടോ. ആലോചിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഉണ്ടമുളക് മുഴുവനോടെ, വേറെ മുറിക്കലും പിടിക്കണമെന്നില്ല കേട്ടോ, മുഴുവനോടെ ഇടുന്നുണ്ട് അവര്. അതിനിടയ്ക്ക് നമ്മുടെ പിള്ളേരവിടെ സാധനം സെറ്റ് ചെയ്ത് കഞ്ചാവ് ഇങ്ങനെ പതുക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേറെ കേസ്. അതിൻ്റെ മുകളിലേക്ക് ഓൾ പർപ്പസ് മസാല നമ്മൾ ഇടാൻ ഉള്ളിലേക്ക് കടകടകടാന്നുണ്ട്. അത് കളിക്ക് നല്ല ഫ്ലേവറിന് മണം വരുന്നുണ്ടാ. എവിടെ നോക്കിയോ എല്ലാവരുടെ കയ്യിലും ഓരോ സിഗരറ്റ് ഉണ്ട് കേട്ടോ. അടുത്ത ആൾ വന്നിരുന്നു. അടുത്ത സെറ്റിങ് തുടങ്ങിട്ടാ. പാക്കറ്റ് പൊളിച്ചു. അടുത്ത സെറ്റിങ് സാധനം ഇറക്കി. ഇവ കത്തിക്കാൻ പോണ അടുത്ത്
വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ആരെ വലിക്കാത്ത ഇവിടെ എല്ലാവരും. ചെറിയ പിള്ളേര് മാത്രമില്ല, അത് കഴിഞ്ഞ് 15 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങായിട്ട് അങ്ങോട്ട് എല്ലാവരും. അവിടെയൊക്കെ പിള്ളേര് വരുന്നുണ്ട്. പിള്ളേര് ഇതെല്ലാം കണ്ട് പഠിക്കണേ. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പാടില്ല മക്കളെ എന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല. അവര് അപ്പന്മാരും അമ്മമാരും ചെയ്തു കൊടുക്കുന്നല്ലേ പിള്ളേര് കാണുള്ളൂ അല്ലേ. അല്ല, അപ്പന്മാരും അമ്മമാർക്കും ഇത് ചെയ്യാനാണ്. ഇപ്പൊ അവരെന്തൊരു ചെയ്യാ പിള്ളേര് ഇതിലേക്ക് തന്നെ എത്തണൂല്ലേ. വലിച്ചില്ലെങ്കിൽ അവരൊന്നുമല്ലാത്ത രീതിയിലൊന്നും എന്ന് വിചാരിച്ചാൽ നമ്മുടെ മക്കളോ നമ്മുടെ ആൾക്കാരോ ആരും ഇത് ഉപയോഗിക്കട്ടോ. മദ്യപാനവും മയക്കുമരുന്നും സിഗരറ്റും എല്ലാം ആരോഗ്യത്തിന് ഹാനികരാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അവൻ അതിലേക്ക് ആ റൈസിലേക്ക് ഇനി തീർന്നിട്ടില്ല. റൈസിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇടാൻ പോണത്. ആ ഫുഡിലേക്ക് 2 കഷ്ണം ബട്ടർ ഇട്ടുടാ. അടിപൊളി. കാണുമ്പോ തന്നെ അറിയാം ഇത് പൊരിയുന്നുണ്ടാ. അമ്മ അടുത്ത റേഞ്ചിൽ അത് റെഡി ആയിക്കൊണ്ടിരിക്കണേ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു റൈസ് ഇങ്ങനെ ഉണ്ടാക്കണത് കാണട്ടോ. ജമൈക്കൻ പംകിൻ റൈസ് ഇട്ടാ. നമ്മുടെ കറികോട്ട ഏകദേശം വറ്റിട്ടാ. കറികോട്ട തന്നെ കേട്ടാ. ഇവിടെ തിളച്ചൂടാ. അങ്ങനെ അവസാനം അതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ടാ. ഇതവരെ പൊടിക്കയ്യാന്ന് വേണ്ട. കുറച്ച് ഷുഗർ എന്ന് പറഞ്ഞാൽ 3-4 സ്പൂൺ ഷുഗർ ഇട്ടുണ്ടോ. അത്യാവശ്യം ഇട്ടുണ്ടാവൻ. അതിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തത്തിൽ മാറുന്ന ബാലൻസിങ് ആണ്. അതെ, നമ്മളെ കറികളിലൊക്കെ ചെറിയൊരു മധുരം കൊടുക്കാറുണ്ട്, നമ്മൾ ഷുഗർ ഇടാറുണ്ട്. പക്ഷെ അവർ ഇട്ടത് ഇത്തിരി കൂടുതലാണെന്ന് സംശയം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്ര ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം. എല്ലാവരും എല്ലാം വലിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ടെങ്കിലും ഇവനെ സഹായിക്കാൻ ആൾക്കാരുണ്ട് അല്ലേ. ആരും മാറി നിൽക്കണമെന്നില്ല, കട്ടയ്ക്ക് നിൽക്കട്ടോ എല്ലാവരും. നമ്മളിതിൽ കണ്ണ് ബൾബായിരുന്നു. ഞാൻ എവിടേക്ക് നീങ്ങി അവിടേക്ക് പോകണ്ടിക്കാട്ടാ. രക്ഷയില്ല. അല്ല, ഇവിടെ നമ്മള് ഹലോ ഹവാറി ഇതൊന്നുമല്ല. ഇവിടെ ജമൈക്കൻസ് സ്ട്രേറ്റ് ചോദിക്കുന്ന ഒരൊറ്റ ജനവും വാഗ്വാൻ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വാഗ്വാൻ ജമൈക്ക നമ്മൾ അങ്ങനെ പറഞ്ഞത്. വാഗ്വാൻ ബ്രോ, യു ഗുഡ്, മീ ദയാന്നൊരു മറുപടി. നമ്മുടെ ഒബാമ പറഞ്ഞ ഡയലോഗ് അത് തന്നെയാണ്. ഒബാമ ഇവിടെ വന്നു കഴിഞ്ഞാൽ യുവിൽ പ്രശ്നം ഒറ്റ ചാച്ച വാഗ്വാൻ ജമൈക്ക. അപ്പൊ തന്നെ ആരവം വന്നിട്ടുണ്ടാവൂലേ. അതാണ് ഇവിടെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യങ്ങള്. ഈ പുക കഞ്ചാവിന്റെ അല്ല കേട്ടോ. ഇവിടുത്തെ പുകട്ടോ. ഇത് മാക്കറില് ടിൻ മാക്കറിലാണ് ഹോട്ട് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസിലാണ്. ഇത് ഫിഷ് നമ്മൾ ട്രൈ ആയിട്ട് എടുത്തു. ഇപ്പൊ ഇതിനായിട്ടൊരു ഗ്രേവി ഉണ്ടാക്കണം. ഇറച്ചി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഓൾറെഡി ടൊമാറ്റോ സോസിൽ ഈ മീൻ കിടക്കണം. മാക്കൽ എന്ന് പറഞ്ഞ മീന്. അതിന് അവരുടെ രീതിയിൽ സ്പൈസിയിലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ മീനോട് വറുത്ത് കഴിയുമ്പോൾ അതിന്റെ അത്ര ഇതൊക്കെ ഒഴിച്ചിട്ട് ആ മസാലയിലേക്ക് ഇട്ടിട്ട് വേറെ സ്പൈസി സോസ് എല്ലാം ചേർത്ത് ഒരു ഗ്രേവി എടുക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ആണ്. അതെല്ലാം കൂടി കഴിയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാലേ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടല്ലോ, നമ്മള് കുറച്ച് കഞ്ചാവ് അടിച്ച പോലത്തെ ഒരു ഫീലിംഗ്. ഇവരെല്ലാവരും വലിച്ചോണ്ടിരിക്കില്ലേ, നമ്മളിങ്ങനെ പതുക്കെ തിരിഞ്ഞോണ്ടിരിക്കട്ടോ. അതിനൊക്കെ പുകയും ഇതും സംഭവം. നമ്മള് വീഡിയോ ഉണ്ടല്ലോ, ആലോചിക്കാൻ പറ്റാത്ത കണ്ടന്റ് ഉണ്ട്. ജമൈക്കയിൽ വന്നു കഴിഞ്ഞാൽ എടുക്കാണ്ട് പോവാൻ പാടില്ലെന്ന് എന്റെ മനസ്സിൽ ഉറപ്പിച്ച കണ്ടന്റ് ഇന്ന് എനിക്ക് കിട്ടി. അതിന്റെ സന്തോഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചക്ക അരി കഴുകാളം മൂട് പിടിക്കട്ടോ. ആത്മാർത്ഥതയെ നിറകൂടം. ലാൻസി, യു ആർ ഗ്രേറ്റ്, അൺബിലീവബിൾ. ഈ നേരത്തെ പാടാൻ പറ്റിയതല്ലേ. കിളി പോയി, എല്ലാവരും പോയി കിടക്കട്ടാ. നോ യു ക്യാൻ, നോ പ്രോബ്ലം. നമ്മുടെ പംകിനൊക്കെ തിളച്ചങ്ങോട്ട് മറയാനട്ടാ. അതിന്റെ ഉള്ളിൽ ചക്ക റൈസ് ഇടാൻ പോവാ. വറ്റിച്ചെടുക്കാണല്ലേ. അപ്പൊ ചെറിയൊരു പൾപ്പിയായിരിക്കും അല്ലേ. നമ്മുടെ കറികോട്ടിൽ ഇങ്ങനെ സെറ്റായിട്ടാ. ഒന്നേ കാണുമ്പോ തന്നെ കൊതിയാവാട്ടോ. നമുക്ക് സെറ്റായിക്കൊണ്ടിരിക്കട്ടാ. ഇവിടെ ഒരു മീൻ മാത്രമായിട്ട് വറക്കുന്നതാണ്. അപ്പൊ നമ്മുടെ പംകിൻ റൈസ് ഏകദേശം റെഡി. ഓ ബിരിയാണിട്ടാ, ചിന്തിക്കാൻ പറ്റോ. ഇവിടെ നമ്മുടെ കറികോട്ട് റെഡി ആയിട്ടാ. ജമൈക്കയുടെ സ്വന്തം കറികോട്ട് നോക്കിയേ, തിളച്ചിങ്ങനെ മറിഞ്ഞോണ്ടിരിക്കട്ടാ. പൊള്ളിപ്പൊള്ളി ചക്കൻ. നമ്മുടെ നാട്ടിലത്തെ കറി തന്നെട്ടാ, ജമൈക്കൻ കറി. ഹുസൈൻ ബോൾട്ടും ബ്രെയിൻ ലാറിയും ക്രിസ്കയിലും കഴിക്കണ കറിട്ടാ. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ മറ്റേ ബീൻസ്, ഒരു മറ്റേ മീൻ വറുത്ത എണ്ണയില്ല, അത് മീൻ വറുത്തത് വേറെ ഒന്നല്ല. ഓക്കെ,
മറ്റേ ടിൻ ഫുഡിൽ ഉണ്ടാക്കിയ സാധനം, ആ എണ്ണ കൊണ്ട് ഉണ്ടാക്കിയുള്ള സാധനം ഇവര് ഇവിടെ വെച്ചിരിക്കണം കേട്ടോ. നമുക്ക് മോളിക്ക് കയറ്റി വെക്കാം അല്ലേ? താങ്ക് യു. ആ സ്മെല്ലാം കൂടെ അടിക്കണേട്ടാ, ഒരു രക്ഷയില്ലാത്ത അടി അടിക്കണേട്ടാ. അപ്പൊ നമ്മുടെ പംകിൻ റൈസ് റെഡി ആയിട്ടാ. നമുക്ക് ഇങ്ങനെ ബിരിയാണി ചോറ് കാണുന്ന പോലെ ഇങ്ങനെ കാണാട്ടാ. ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മത്തങ്ങയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ ഫിഷ് ഫ്രൈ, നമ്മുടെ മെയിൻ കറികോട്ട് കേട്ടോ. കറികോട്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ. ഓ ഹെവി തിളക്കണ തിളപ്പ് കണ്ടാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാം ആ ടേസ്റ്റ് എവിടെയൊക്കെ എടുക്കണെന്നുള്ള കാര്യം. നമുക്ക് ഏകദേശം മണ്ണടിച്ചിട്ടുണ്ടല്ലോ. നെയ്യില്ലാണ്ട് ഇങ്ങനെ ഒരു തരി നെയ്യ് പോലും ചക്കൻ 2 മണിക്കൂർ കൊണ്ടാണ് 2 കിലോ മട്ടൺ അവർ റെഡി ആക്കിയിട്ടോ. അതിൻ്റെ ഉള്ളിലെ നെയ്യൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല റെഡി ആക്കിയിട്ട് മസാലയൊക്കെ പറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പംകിൻ റൈസും കറികോട്ടും ഫിഷ് ഫ്രൈയും, കരീബിയൻ ഫിഷ് ഫ്രൈ കേട്ടോ. ബ്രോ റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു ഫോർ serving me and serving my team. Really appreciate. You done a good job. Thank you so much. ഇനി ഇതിലുണ്ടല്ലോ ടേസ്റ്റ് ഇത്തിരി കുറവാണെങ്കിലും ഇല്ലേ, ആ ടേസ്റ്റ് ഇത്തിരി കുറഞ്ഞാലും നമ്മൾ കഴിക്കുക എന്നുള്ള മൂഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ അവൻ അത്രയ്ക്ക് ആത്മാർത്ഥത്തോട് കൂടിയിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം. നിങ്ങൾ ആലോചിക്കുക, ഒരാൾ നമുക്ക് വേണ്ടി സെർവ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥത്തോട് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ രസമാണല്ലോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. അതൊക്കെ അതിനപ്പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അവൻ തന്നെ സെർവ് ചെയ്യട്ടെ അല്ലേ? അവൻ ആ പച്ചക്കറി അരിയണതും ആ ഇറച്ചി മാറ്റി വയ്ക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മ തന്നെ കേട്ടോ. അത്രയ്ക്കും ആത്മാർത്ഥത്തോട് കൂടിയിട്ടാണ് അവൻ ചെയ്യണത്. അതന്നെ നമുക്ക് ഏറ്റവും അത്ഭുതമായിട്ട് നിൽക്കണത്. താങ്ക് യു. അതിന് മുകളിലേക്ക് സ്വല്പം ഗ്രേവി ഒഴിക്കട്ടെ. അവൻ കറിഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ജമൈക്കൻ തനത് രുചിയിലത്തെ സംഭവം അവൻ ഒഴിക്കാൻ പോകണായിരിക്കും. അവനത് ഇടുമ്പോഴുള്ള കോൺസെൻട്രേഷൻ കണ്ട. എനിക്ക് റൈസിനേക്കാൾ അവൻ്റെ മുഖം എടുക്കാനാണ് ഓർമ്മ. അതിന് വേണ്ടി അവനത് വർക്ക് ചെയ്യണ്ടല്ലേ. അവന് വേണ്ടി അവന് ആത്മാർത്ഥ കാണിക്കണ്ടാ. അതെ, അതിനൊരു രസം വേറെയാ. താങ്ക് യു ബ്രോ. നമുക്കിപ്പോ അതൊക്കെ ചൂടാട്ടെ, നല്ല ചൂടാട്ടാ. നോക്കിയേ പൊക്കെ പാറണണ്ട. എന്നാലും ആ ചൂടുള്ള ചോറുണ്ടല്ലോ, നമ്മളിങ്ങനെ ഇത് പംകിൻ നമ്മൾ മത്തങ്ങ ഇടാം. മത്തങ്ങയും കുറച്ച് മട്ടനും കറികൂട്ടിലത്തെ പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ വായലിങ്ങനെ കൊതിയാട്ടാ. അപ്പൊ നമ്മള് ഇത്രയും നേരം കഷ്ടപ്പെട്ടു, എത്രയോ നേരം നമ്മളിതിന് വെയിറ്റ് ചെയ്തെന്ന് പറയും. ഒരു 4 മണിക്കൂറോളം നമ്മളിത് വെയിറ്റ് ചെയ്തു കഴിക്കാനായിട്ട്. അപ്പോൾ ആ കറികോട്ടിലത്തെ മത്തങ്ങ നമ്മളിങ്ങനെ സ്ക്വാഷ് ചെയ്തിട്ടു. അതിലത്തെ ആ ആട്ടിറച്ചി നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നു. ഈ നാടൻ റൈസ് നമ്മളിങ്ങനെ പതുക്കെ ചുരുട്ടിയുണ്ടല്ലോ. ചൂടാണ് എന്നാലും കുഴപ്പമില്ല. ആ ചൂട്ടോടെ ഉണ്ടല്ലോ ഈ സാധനം നമ്മൾ man. Wagwan man. Wagwan Jamaica. Hey. സാധനത്തിനുണ്ടല്ലോ ഒന്നുകൂടി ഉണ്ടല്ലോ കറിയണടാ. കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിലെ ഏറ്റവും ടോപ്പസ്റ്റ് സാധനം, നമ്മൾ കഴിച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായിട്ടുള്ള ഇഞ്ചീറ, എത്തോപ്യയിലത്തെയും പെറുവിലത്തെ ഫുഡും, ഒപ്പം തന്നെ നമ്മുടെ ലിസ്റ്റിൽ എഴുതപ്പെട്ട സാധനം കേട്ടോ കറികോട്ടും പംകിൻ റൈസ് കേട്ടോ. നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ കരീബിയൻ ഫുഡ്, ജമൈക്കൻ ഫുഡ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ പംകിൻ റൈസും ഈ കറികോട്ടും ഉണ്ടല്ലോ. ഇത്ര നേരം ആ പുക കൊണ്ടതിൻ്റെയും എല്ലാത്തിനും വിഷമമുണ്ടല്ലോ നമ്മൾ തീർക്കണം. വാഗ്വാൻ ജമൈക്ക.